ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഏത് ഹോസ്പിറ്റലിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ടിക്കറ്റിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പറുള്ളത്? ഇന്ത്യയിൽ ഏത് ഹോസ്പിറ്റലിലാണുള്ളത്? ഏത് ഗവൺമെൻറ് സ്ഥാപനത്തിലാണുള്ളത്? ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു ഫോൺ നമ്പറില്ല. പോട്ടൊരു MLA ഫോൺ നമ്പറുണ്ടോ? ഒരു MLA പോട്ടൊരു MP ഫോൺ നമ്പറുണ്ടോ? ഏതെങ്കിലും സ്വകാര്യ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പറുണ്ടോ? ഇത് വെറും പന്നത്തരം തന്നെയാണ് കാണിച്ച് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനോട് കാണിച്ച് ക്രൂരമായ പരിപാടി തന്നെയാണ് ഈ അനൂപ് എന്ന് പറയുന്ന ഡോക്ടർ കാണിച്ചത്. ഞാൻ ഖത്തറിൽ ജോലി ചെയ്തവനാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ദബ്ബാക്കായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. തുച്ഛമായ നാളാണെങ്കിലും ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്കൊരു ആവശ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പർ ആ ടിക്കറ്റിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഖത്തർ അഹമ്മദ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ദബ്ബാക്കാണെന്ന് പറഞ്ഞ് എനിക്ക് അതിന് ഒരു പരിഗണന കിട്ടി. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പർ അബ്ദുള്ള ഖാലിദ് അൽ കൽത്താൻ എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ ഫോൺ നമ്പർ ആ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു രോഗികൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി കണ്ടെത്താൻ കഴിയും. ഇവിടെ എവിടെ ഉണ്ടോ, ഏത് നാറികൾക്കുണ്ടോ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പർ? ഏത് ഹോസ്പിറ്റലിലുണ്ട്? ഒരു MLA ഫോൺ നമ്പർ ഏത് ഹോസ്പിറ്റലിലുണ്ട്? ഒരു ഹോസ്പിറ്റലിലും ഇല്ല. ഇതിനൊരു ശക്തമായ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ആ ശാരീരികപരമായ അവയവത്തെ എടുത്ത് പൈസ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയ ആ അനൂപ് എന്ന് പറയുന്ന ഡോക്ടർക്ക് കർശനമായ ശിക്ഷ വേണം. മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും, ഹോസ്പിറ്റലുകളിലും, മെഡിക്കൽ ഷോപ്പുകളിലും, ആരോഗ്യ കേന്ദ്രപരമായിട്ടുള്ള എല്ലാ ഷോപ്പുകളിലും ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇത് വെറും കഴിവുകേട് തന്നെയാണ്, പരമ നാരത്തരം തന്നെയാണ് കാണിച്ചത്.